ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൗണ്ട് സുപ്രമസി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയലുള്ളത്. പാർലമെൻ്ററി സോവറിറ്റി ഇസ്ന്റ് അൺഡൺ ബൈ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. പാർലമെൻ്ററി സോവറിറ്റിനെ കുറിച്ചും ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം, കേശവാനന്ദ ഭാരതി കേസിലാണ് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 1773 കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ എസൻസ് കളഞ്ഞുകൊണ്ടുള്ള അമെൻമെൻറ്റ് പാടില്ല എന്നും ബേസിക് സ്ട്രക്ചർ തിയറിയിൽ പറയുന്നു. അതാണ് ബേസിക് സ്ട്രക്ചർ തിയറിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഭേദഗതി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എസൻസ്, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യരുത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് വിചാരിച്ച ആ സമയത്തെ എത്തിക്സും വാല്യൂസും അതിൻ്റെ കോർ പ്രിൻസിപ്പിൾസിനെ മാറ്റം വരുത്തിക്കൊണ്ട് അമെൻമെൻറ്റുകൾ പാർലമെൻറ്റ് അമെൻമെൻറ്റ് വഴി കൊണ്ടുവരരുത് എന്നാണ് ബേസിക് സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈയിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, അതായത് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ആ പവറിനെ, എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ആണല്ലോ പാർലമെൻറ്റ്, അപ്പോൾ ആ പാർലമെൻറ്റിൻ്റെ പവറിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ ആരോപണങ്ങളുണ്ടായിരുന്നു. അതിനെ കൺസേൺ ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയലിൻ്റെ അനാലിസിസ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പാർലമെൻ്ററി ലെജിസ്ലേഷന്, പാർലമെൻറ്റ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്ക് രണ്ട് തരം റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 limitations under the Constitution of India. One is by judicial review or the power of constitutional courts to review legislation for possible violation of any fundamental right. ഏതെങ്കിലും മൗലിക അവകാശങ്ങളെ അത് ഹനിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ കോർട്ടിനുണ്ട്. കാരണം ഏതെങ്കിലും നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആർട്ടിക്കിൾ 13 പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനദർ ഈസ് വൺ, നോ അമെൻമെൻറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് എഫക്റ്റ് ഓഫ് ഡിസ്ട്രോയിങ് എനി ഓഫ് ദ ബേസിക് ഫീച്ചേഴ്സ്. ഒരു തരത്തിലുള്ള അമെൻമെൻറ്റും ഉണ്ട് ബേസിക് ഫീച്ചേഴ്സിനെ തകർക്കുന്നതാവാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം, അതായത് ഏതെങ്കിലും നിയമം ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരാണോ എന്നുള്ളത് ആർട്ടിക്കിൾ 13 ഇംപ്ലിസിറ്റ്ലി, ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? എനി ലോ ഇൻകൺസിസ്റ്റൻറ്റ് ഓർ ഇൻ ഡെറോഗേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വോയിഡ്. ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട്, അതിന് കൃത്യമായ രീതിയിൽ അലൈൻഡ് അല്ലാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കളയുന്നതോ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് വോയിഡ് ആയിരിക്കും എന്ന് പറയുന്നു. നേരെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബേസിക് സ്ട്രക്ചറാണ്. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബേസിക് സ്ട്രക്ചർ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ എസൻസിനെ, ബേസിക് പ്രിൻസിപ്പിൾസിനെ ബാധിക്കുന്നതാണെങ്കിൽ അമെൻമെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞു. അതായത് പാർലമെൻറ്റ് നിയമം വഴി അങ്ങനെയുള്ള കോർ പ്രിൻസിപ്പിൾസ് അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നതാണ് അതിൻ്റെ കാര്യം. വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കേഴ്സ് റിമാർക്ക് ക്വസ്റ്റനിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ പ്രൊപ്പൗണ്ടഡ് ഇൻ ലാൻഡ്മാർക്ക് കേശവാനന്ദ ഭാരതി കേസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കറിൻ്റെ റിമാർക്ക് ഉണ്ടായിരുന്നു. കാരണം ബേസിക് സ്ട്രക്ചർ തിയറി പാർലമെൻറ്റിൻ്റെ ശക്തി കുറക്കുന്നതാണ്, അതിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ കുറക്കുന്നതാണെന്നുള്ള റിമാർക്ക് ഉണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? പാർലമെൻ്ററി സോവറിറ്റി എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഏതൊക്കെ കാര്യത്തിൽ? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അബോർഗേറ്റ് ചെയ്യാൻ പാടില്ല, ബേസിക് സ്ട്രക്ചറിനെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ്മെൻറ്റ് വഴി മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഹാസ് അസേർപ്ഡ് ദ പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ഗോസ് അഗെയിൻസ്റ്റ് ഡെമോക്രാറ്റിക് ഇമ്പerative that the elected legislature should reign supreme. His particular concern seemed justified, that the Supreme Court prevented the National Judicial Appointments Commission, a body to appoint judges to the Supreme Court in the country, from coming into existence by striking down the relevant amendments to the Constitution and a parliamentary law to give effect to it. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജഗ്ദീപ് ധങ്കറിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർലമെൻറ്റ് സുപ്രീമാണ്, എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരവും നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിൻ ഉള്ളത് കാരണം കോർട്ട് അനാവശ്യമായിട്ട് ചില നിയമങ്ങളെ, പാർലമെൻറ്റ് മെജോറിറ്റിയിൽ പാസ്സാക്കിയ നിയമങ്ങളെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ NJSCൻ്റെ റെലവൻസ് എന്തായിരുന്നു? NJSC എന്ന് പറയുന്നത് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി ഇങ്ങനെ ഒരു ബോഡി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതന്നെ എന്തിനായിരുന്നു? അത് കൊണ്ടുവന്ന് തന്നെ എന്തിനായിരുന്നു? ഈ പറഞ്ഞ ജഡ്ജസിൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ്സിന് ഒരു കൃത്യതയുള്ള ഒരു ഫോമാറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ എന്ത് പറ്റുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമ്പോൾ, NJSC വേണ്ട എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ, ഈ അമെൻമെൻറ്റ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജഡ്ജസിൻ്റെ അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ ചെയ്ത നിയമമാണ് NJSC. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് പാർലമെൻറ്റിൻ്റെ ലോ മേക്കിംഗ് പവറിനേക്കാളും അധികാരമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ജഗ്ദീപ് ധങ്കർ പറഞ്ഞിരിക്കുന്നത്. ദ ഐഡിയ ദാറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അണ്ടർമൈൻസ് ദ പാർലമെൻ്ററി സോവറിറ്റി ഈസ് സിംപ്ലി റോങ്. അത് ശരിയല്ല. കാരണം പാർലമെൻ്ററി സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ സുപ്രമസി കളയുമെന്ന് പറയുന്നത് ശരിയല്ല. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. അതും എന്തിനാണ്? വയലേഷൻ ഓഫ് എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ
കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ പല വാല്യൂസ് ഉണ്ട്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂസിൻ്റെ ഒരു കൾമിനേഷനാണ്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ്, കോർ വാല്യൂസിനെ ഡെറഗേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന കോർട്ട് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത്. The main purpose of the doctrine is to ensure that some fundamental features of the Constitution are not legislated out of existence. It has been invoked to strike down amendments only in few cases, but many others have survived the basic structure. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉപയോഗിച്ച് ചില നിയമങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു. ബട്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സച്ച് എസ് റൂൾ ഓഫ് ലോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, സെപ്പറേഷൻ ഓഫ് പവർ, ഐഡിയ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ought to be perennially protected from legislative access. പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ ഈ പറയുന്ന കോർ വാല്യൂസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ചിലത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കോർ വാല്യൂസ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ അമെൻഡ് ചെയ്യാൻ പാടില്ലാത്ത വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്? റൂൾ ഓഫ് ലോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് പവർ, ഐഡിയ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ബേസിക്കലി ഇത് പാർലമെൻറ്റിൻ്റെ അധികാരത്തെ തകർക്കുന്നതല്ല, മറിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ കോർ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് ഈ ബേസിക് സ്ട്രക്ചർ തിയറി. ഇതാണ് ഈ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്.